CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുകയാണ്. തത്സമയ ശബ്ദ സംപ്രേഷണം നിയോഗിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്താൻ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറാവണം. തനിക്കെതിരെയുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നാണ് KM മാണിയുടെ ആരോപണം. മാണി അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ആ ആരോപണം ഉൾപ്പെടെ അന്വേഷണ വിധേയമാക്കണം. എല്ലാ വസ്തുതകളും അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുന്ന വിധത്തിലുള്ളൊരു അന്വേഷണമായിരിക്കണം തുടർ അന്വേഷണമായി നടക്കേണ്ടത്. കെ ബാബുവും രമേശ് ചെന്നിത്തലയും എല്ലാം ഈ ഒരു റിപ്പോർട്ട് സുകേഷൻ സമർപ്പിച്ചതോടെ അവർക്കെതിരെയുള്ള കാര്യങ്ങൾ മായ്ക്കപ്പെട്ടു അല്ലെങ്കിൽ അത് മറച്ചു വെപ്പിക്കപ്പെട്ടു എന്ന് താങ്കൾക്ക് തോന്നുന്നു? ഈ ബന്ധപ്പെട്ട വ്യക്തികൾക്കെല്ലാമുള്ള പങ്ക് ഇതിൻ്റെ ഭാഗമായിട്ട് പുറത്തു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആരും തന്നെ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട തെളിവുകളുണ്ടെങ്കിൽ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് സ്വതന്ത്രമായ അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ഈ വസ്തുതകളെല്ലാം തന്നെ പുറത്തു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആർക്കൊക്കെയാണോ ഇതിനകത്ത് പങ്ക് അവരെല്ലാം തന്നെ നിയമത്തിൻ്റെ മുമ്പിൽ എത്തണം. ഉപ്പ് തിന്നവർ ആരായിരുന്നാലും വെള്ളം കുടിക്കണം. ഗുരുതരമായ ആരോപണം ആരെ ആരെ അല്ല, സുകേശൻ നേരത്തെ ഒരു റിപ്പോർട്ട് നൽകി, പിന്നീട് റിപ്പോർട്ട് നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സുകേശൻ. അതുകൊണ്ട് ജനങ്ങൾക്ക് വിശ്വാസമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ സംഘത്തെ വിജിലൻസ് ഡയറക്ടർക്ക് നിയോഗിക്കുന്നതായിരിക്കും യുക്തം. അത് ഈ സുകേശൻ വേണ്ട എന്നൊരു അഭിപ്രായം പ്രതിപക്ഷത്തിനുണ്ടെങ്കിൽ മറ്റൊരു ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കട്ടെ. നിഷ്പക്ഷമായ അന്വേഷണമാണെന്ന് ഉറപ്പുവരുത്താൻ സഹായകമായ ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയാണ് വേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ച് സുകേശൻ തന്നെ വേണം എന്നൊരു അഭിപ്രായം ഞങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല. അതിന് പറ്റിയ ഉദ്യോഗസ്ഥന്മാരെ വിജിലൻസ് ഡയറക്ടർ കണ്ടെത്തി ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയാണ് വേണ്ടത്. ഗുരുതരമായ ആരോപണമാണ് ശങ്കർ റെഡ്ഡിക്കെതിരെ ഉണ്ടായത്. അപ്പോൾ ഇത്തരം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തണമെന്നൊരു ആവശ്യം പാർട്ടി അല്ല, ഇതിപ്പോൾ ഒരു ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ആക്ഷേപത്തിൻ്റെ നിജസ്ഥിതിയാണ് ആദ്യം കണ്ടെത്തേണ്ടത്. ആ നിജസ്ഥിതി കണ്ടെത്തി അതിനെ തുടർന്നാണ് മറ്റു നടപടികളിലേക്ക് പോകേണ്ടത്. ഇപ്പോൾ ഈ ആക്ഷേപം വന്ന ഉടനെ തന്നെ അതിൻ്റെ പേരിൽ നടപടിയെടുക്കണമെന്ന് പറയുകയല്ല ചെയ്യേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഉന്നയിക്കപ്പെട്ട ആരോപണം വസ്തുതാപരമാണോ, അത് വസ്തുതാപരമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് അത്തരം ആക്ഷേപം പരിശോധനയ്ക്ക് വിധേയമാക്കണം. സർ, മറ്റൊരു കാര്യം, അതായത് കഴിഞ്ഞ ദിവസം തൃക്കമ്പലം ക്ഷേത്രത്തിൽ അനുഷ്ഠാന കല്ല് വികലമാക്കുന്നു, പിന്നെ അതുപോലെ അശോക ചക്രത്തെ വികലമാക്കി ഉപയോഗിക്കുന്നു. ഇത്തരം ഒരു കാര്യങ്ങൾ ആവർത്തിക്കുമ്പോൾ അതിൽ പാർട്ടിയുടെ എന്തെങ്കിലും ഇതുണ്ടോ? പാർട്ടി അതൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ RSSൻ്റെ പ്രത്യയശാസ്ത്രത്തിനെതിരെ ശക്തമായിട്ടുള്ള മതനിരപേക്ഷ ശക്തികൾ ഉയർത്തെഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ ആ നടപടിയെ വക്രീകരിക്കാൻ നടത്തുന്ന ദുഷ്പ്രചരണങ്ങൾ മാത്രമാണ്. അത് വസ്തുതകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഏതെങ്കിലും ഒരാചാര അനുഷ്ഠാനങ്ങളെ വികൃതമാക്കുന്ന ഒരു തരത്തിലുള്ള ചിത്രീകരണവും അതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടില്ല. അതൊക്കെ ഇതെല്ലാ കാലത്തും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുമ്പോൾ, പ്രവർത്തനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രചരണങ്ങളാണ്. ഇങ്ങനെ നല്ല നിലയിൽ എല്ലാ മത വിഭാഗത്തിൽപ്പെട്ടവരും സമുദായത്തിൽപ്പെട്ടവരും ഒന്നിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും അയ്യങ്കാളിയുടെയും ഒക്കെ തന്നെ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെയൊന്നും പാടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ അതിനെ വക്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നടത്തുന്ന പ്രചരണമാണത്. അത് വസ്തുതകൾ